അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഏതൊരു മുസൽമാനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ ഒരു ഇബാദത്താണ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മുഅ്മിനീങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലാക്കമാരും നബി തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും പ്രവാചകരുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വലാത്തുകൾ ചൊല്ലുന്നത് കൊണ്ട് നാളെ പരലോകത്തു മാത്രമല്ല, ഇഹജീവിതത്തിലും ദുനിയാവിൽ തന്നെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് പാഠമാകുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവത്തിൽ കാണാം, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം വിറക് വെട്ടി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനം കഴിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത തൊഴിൽ മാർഗം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വിറക് വെട്ടാൻ വേണ്ടി മലമുകളിലേക്ക് പോയപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിയായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇദ്ദേഹത്തോട് ശത്രുത വെച്ച 20ഓളം ജൂതന്മാർ ഇദ്ദേഹത്തിൻ്റെ അരികത്ത് വന്നു ചോദിക്കുന്നു, നിനക്ക് മുഹമ്മദ് നബിയോട് വലിയ സ്നേഹമാണല്ലേ, നീ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവനാണല്ലേ? അദ്ദേഹം മറുപടി പറയുന്നു, അതെ, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ വന്ന ജൂതന്മാർ അദ്ദേഹത്തോട് പ്രതികരിച്ചു, എന്നാൽ അതിനുള്ള സമ്മാനം ഇവിടെ വെച്ച് ഞങ്ങൾ നിനക്കു നൽകാം. ആ സ്വഹാബിയെ അവർ പിടിച്ചുകെട്ടി അദ്ദേഹത്തിൻ്റെ നാവ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ആ നാവ് കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ നേതാവിൻ്റെ അരികത്ത് കൊണ്ടുപോയി കൊടുക്ക്, അവൻ സുഖപ്പെടുത്തി തരും. അതാ ആ വിറകും എടുത്തുകൊണ്ട് ആ മഹാനാകുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മസ്ജിദുൻ നബവിയിലേക്ക് വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ സംഭവങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. നബി തങ്ങൾ വന്നു, പുറത്തേക്ക് വന്നു. ആ സ്വഹാബിയുടെ നാവ് വാങ്ങിയിട്ട് യഥാസ്ഥാനത്ത് വെച്ച് റസൂലുള്ളാഹിന്റെ കരങ്ങളെ കൊണ്ട് അത് സുഖപ്പെടുത്തി എന്നത് ചരിത്രത്തിൽ കാണുന്നു. എന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിറകിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സ്വർണമാവാൻ. ആ വിറക് കെട്ട് മുഴുവനും സ്വർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറയുന്നു, ഈ വിറക് കെട്ടെടുത്ത് നീ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ ജീവിതം സുന്ദരമായ നിലയിൽ കഴിഞ്ഞോ എന്ന്. ആ സ്വഹാബി പറയുന്നു, വേണ്ട, എനിക്ക് ഇത്രമാത്രം സ്വത്തുക്കൾ ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് 2 കട്ടി സ്വർണം കിട്ടിയാൽ മതി. ഇത് കേട്ട നബി തങ്ങൾ വിറകിന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ വിറക് ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെയാകുന്നു. 2 കട്ടി മാത്രം സ്വർണം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ സംഭവം നടന്നു എന്നത് ജൂതന്മാരാകുന്ന 20 ആളുകളും കേൾക്കുകയും അവര് ഇദ്ദേഹത്തിൻ്റെ അരികത്ത് വന്നുകൊണ്ട് ക്ഷമാപണം നടത്തുകയും കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ വലിയ പുണ്യം കിട്ടുമെങ്കിൽ, വലിയ വലിയ സ്ഥാനങ്ങളും പുണ്യങ്ങളും കരസ്ഥമാക്കാൻ കഴിയുമെങ്കിൽ, അതേപോലെ തന്നെ ഈ ദുനിയാവിലും സ്വലാത്ത് കൊണ്ട് വലിയ ഗുണങ്ങളും പ്രതിഫലങ്ങളും രക്ഷകളും ഉണ്ടാകും. അതുകൊണ്ട് ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്തുകൾ നാം കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുകയും ആ പ്രവാചകരോടുള്ള സ്നേഹം നമ്മുടെ മനസ്സുകളിൽ
ദൃഢമാക്കിയെടുക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു നമ്മളെ പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.